ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒന്ന് ലുലു വരെ പോവുകയാണ്. ടൈം വന്നിട്ട് നൈറ്റ് 11 മണിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ രാത്രി ചെന്നിട്ട് അവിടെ എന്താ പരിപാടി എന്ന്? ഇപ്പോൾ ലുലുവിൽ കുറച്ച് ഓഫർ നടപ്പുണ്ടല്ലോ, 50% അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഞങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ടാണ് ഈ വന്നിട്ടുള്ളത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് 11 മണിക്കാണ് തിരിച്ചിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈവേയിലും സബ് റോഡിലും ഫുൾ പാർക്കിംഗ് ആണ്, ഒരു സ്ഥലം പോലും ഇല്ല. ഞങ്ങൾ അവിടെ ഇടാറില്ല, കാരണം എപ്പോഴാണ് പെറ്റി കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങളിതാ ലുലുവിൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്തുമാത്രം ആൾക്കാർ ഈ ടൈം കൂടെ ഉണ്ടെന്ന്. എൻ്റെ കൂടെ ഉള്ളത് ചേട്ടൻ്റെ ചേച്ചിയും പിന്നെ അമ്മയും ആണേ. ഇതാ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉള്ളതിൽ പകുതി ആൾക്കാരെ കാണാനായിട്ട് സാധിക്കുവേ. ഇതൊന്നുമല്ല, ഇനി ഇതിൻ്റെ ഇരട്ടിയാണ് ഹൈപ്പറിനകത്തായിട്ട് കിടക്കുന്നത്. സൺഡേ വരുമ്പോൾ പോലും ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റില്ല. ഇനി നേരെ മുകളിൽ പോയിട്ട് ഒരു ചായ കുടിക്കാമെന്നുള്ള പ്ലാനിലാണ് ഇതായി പോകുന്നത്. ഇനി അവിടെ പോയിട്ട് അറിയാം എന്തൊക്കെയുണ്ടെന്ന്. അങ്ങനെ ചായ വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഓരോ സ്നാക്സ് കാണുമ്പോഴേ എല്ലാത്തിലൊന്നും ഓരോന്നും വാങ്ങി കഴിച്ച് ട്രൈ ചെയ്താലോ എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ വയറതിന് സമ്മതിക്കണ്ടേ. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് 2 മീറ്ററോളം 4 ചായയും കൂടെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഇവിടെ വന്ന് ഒരു റാപ്പ് വാങ്ങി കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അഫ്ഗാനി ക്രീമി ചിക്കൻ റാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 200 സംതിങ് ആണ്. റേറ്റ് ഇത്ര ആയതുകൊണ്ട് അതിനും വേണ്ടി ഇതിലുണ്ടോ എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ സാധനം കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അകത്തുള്ള ചിക്കൻ ക്വാണ്ടിറ്റിയിലായാലും എല്ലാം വന്നിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഇവർ റാപ്പ് തന്നിട്ടുള്ളത്. ഇനി നേരെ ഹൈപ്പറിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോഴേ പേടി തോന്നുന്നു. ഇനി ഹൈപ്പറിലെ അവസ്ഥ എന്താണെന്നുള്ളത് കാണാം. ഇനി നേരെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടാവാം അടുത്ത പരിപാടി എന്നുള്ള പ്ലാനിൽ ഞാൻ ഇവിടെ നിന്ന് അവക്കാഡോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കുകയാണേ. കുറച്ച് മീറ്റ് എന്തെങ്കിലും എടുക്കാമെന്നുള്ള പ്ലാനിലാണ് അത് ഇവിടെ വന്നത്. ബീഫ് നോക്കി, മട്ടൺ നോക്കി, പിന്നെ ചിക്കനിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ ഒന്നും എടുക്കാതെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഫിഷ് ഐറ്റംസ് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ഞങ്ങൾക്ക് അത്ര തൃപ്തി തോന്നില്ല. അതുകൊണ്ട് പിന്നെ തിരിച്ചിറങ്ങിയാണേ. ഏകദേശം അരമണിക്കൂറിൽ കൂടുതലായിട്ട് ക്യൂവിൽ നിന്നതിന് ശേഷം ബില്ലടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലൊന്നും ജ്യൂസ് എടുത്ത് കൊടുക്കാത്തതുകൊണ്ട് എൻ്റെ മോളിത് പിണങ്ങിയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുന്നു, മറു സൈഡിൽ കൂടെ കുറച്ച് ടീംസ് മേളോട്ട് കയറുന്നു.
എന്ന് വെച്ചാൽ ഒരു ടീംസ് എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ രാത്രി കുറേ പേര് വീണ്ടും വരെയാണ് ഈ ഷോപ്പ് ചെയ്യാനായിട്ട്. എനിക്കിനി എങ്ങനെയെങ്കിലും വീടെത്തി ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള പ്ലാനിലാണ്. അമ്മാമ്മനെ ആന്റിയെ സഹായിക്കുന്ന കുഞ്ഞിനെയാണ് ഈ കാണുന്നത്. ഇനി ഈ വാങ്ങിയ ഐറ്റംസ് എല്ലാം കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കാറിനകത്ത് വെക്കണം. കാരണം വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതൊട്ട് സഹിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല ഇനി ഇതിനകത്ത് കിറ്റ് കൊണ്ട് വെച്ചാലേ ഞങ്ങൾക്ക് അടുത്ത് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഹസ്ബൻഡ് അതിനകത്തുനിന്ന് ഞങ്ങൾ കഴിക്കേണ്ട ഒരു ഐറ്റം നോക്കുകയാണ്. കാരണം അതിപ്പോൾ കഴിച്ചില്ലെങ്കിൽ എൻ്റെ ജോലി തീരുന്ന വേറെ ഒന്നുമല്ല, ഈ ബ്രോസ്റ്റഡ് ചിക്കനാണ്. ഇത് KFC ചിക്കനോ ഒന്നുമല്ലേ, നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിനകത്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇത് വന്നിട്ട് 250 ഗ്രാം വന്നിട്ട് 150 ആണ് റേറ്റ്. അപ്പോൾ ഈ ചിക്കനും ഇനി കഴിച്ചുകൊണ്ട് നേരെ ഇനി വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീണ്ടും കാണാം. ബൈ ബൈ.